രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേതാവാക്കാൻ CPM തീരുമാനിച്ചതാണോ അതോ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ടയുണ്ടോ? ഇവിടെ എത്ര ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള സ്ഫോടനാത്മകമാണ് ഇവിടുത്തെ സാഹചര്യം എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇത്. ഇവിടെ ഒരു അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുഖ്യമന്ത്രിക്കുൾപ്പെടെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ നോട്ടീസ് അയച്ച വിഷയം ചർച്ചയാവാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം മജിസ്ട്രേറ്റിനെതിരെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ കേസെടുക്കും. പക്ഷെ ഗവർണർക്കെതിരെ ജാമ്യം റദ്ദാക്കപ്പെട്ട ഒരു ആള് തെമ്മാടിയിൽ നിന്നും ചെറ്റയിൽ നിന്നും കഞ്ചാവടിക്കുന്നതെന്ന് വിളിച്ചാലും കോടതി അനങ്ങില്ലേ എന്ന് ചോദിക്കുകയും ഗവർണർ എന്ന് പറഞ്ഞ ഉന്നത സ്ഥാനത്തിരിക്കുന്നയാൾ ഇടുക്കിയിൽ ചെല്ലുമ്പോൾ ഹർത്താൽ പ്രഖ്യാപിക്കും. സ്വാഭാവികമായ ഹർത്താൽ പ്രഖ്യാപിക്കും, മുഖ്യമന്ത്രി അറിയാതെ പ്രഖ്യാപിക്കാൻ പറ്റില്ല. പോസ്റ്റ് കാർഡിൽ കിട്ടിയ പരാതി പോലും അടിസ്ഥാനത്തിൽ പോലും സുവമോട്ടോ കേസെടുത്ത ചരിത്രമുള്ള സുപ്രീം കോടതിയുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്ത്. അവിടെ ആ സ്ഥാനത്ത് ഭരണകൂടം ഇത്രയും അധപ്പതിക്കുകയും സ്വാർത്ഥ താല്പര്യക്കാർക്കും നിശ്ചിത താല്പര്യക്കാർക്കും ഒപ്പം നിൽക്കുമ്പോഴും എന്താണ് കോടതി നിശബ്ദത പാലിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞൊരു 10 ദിവസം നിരന്തരമായി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. പോലീസിൽ നിന്ന് ഞങ്ങൾ തലോടൽ, അതായത് PM ആഷോയ്ക്ക് കിട്ടിയതുപോലെയുള്ള ഒരു തലോടൽ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ LDF ഭരിക്കുന്ന സമയത്ത് DYFയുടെ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ അന്ന് കേരളത്തിൽ പിന്നെ ഒന്നും നടക്കില്ല. പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നും ശക്തമായി ഉണർന്നെണീക്കുകയോ ഇതിനെതിരെ പ്രതികരിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടം ഇനി 10 ദിവസം ജയിലിൽ കിടന്നാൽ പോലും ഒരു സമ്മർദ്ദം ഇവർക്കുണ്ടാക്കാൻ കഴിയില്ല. അത് നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതിപക്ഷത്തിന് മേൽ നമ്മൾ നിരന്തരമായി സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് സമഗ്രമായി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് CPM ആണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് വലിയ അവമതിപ്പുണ്ടാക്കുമെന്ന് പോലും തിരിച്ചറിയാനാകാത്ത വിധം ഒരു പാർട്ടി അന്ധത CPM ബാധിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇന്നത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് പാർട്ടിയുടെ കൂടെ നിന്നാൽ ഏത് കേസിൽ നിന്നും, എത്ര ഹീനമായ കേസിൽ നിന്നും, എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും നിങ്ങളെ രക്ഷിക്കാം എന്നാണ്. KM ഷാജഹാൻ സാറുമൊത്തുള്ള പ്രതിവാര പരിപാടിയായിട്ടുള്ള വൈബ്രന്റ് വ്യൂസിലേക്ക് സ്വാഗതം. സാർ, ആദ്യത്തെ ചോദ്യം, ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേതാവാക്കാൻ CPM തീരുമാനിച്ചതാണോ അതോ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ടയുണ്ടോ? ഇല്ല, രതീഷ് ശ്രദ്ധിച്ചോന്നറിയില്ല. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഒരു നടപടി ഉണ്ടായി. ആ നടപടി എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ കേസ്, അറിയാമല്ലോ നമുക്ക്, ലോകായുക്തമാണ്. അതിൽ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനായിട്ടാണ് കോടതി ഇന്ന് തീരുമാനിച്ചത്. എൻ്റെ അറിവിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഇതുപോലൊരു അഴിമതി കേസിൽ നോട്ടീസ് പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണത് പോകുന്നത്. 2, നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിട്ടുള്ള പല രാജികളുണ്ട് മന്ത്രിമാരുടെ. അതിലൊരു പ്രധാനപ്പെട്ട രാജിയാണ് KM മാണിയുടെ രാജി എന്ന് പറഞ്ഞാൽ ബാർക്കോഴ കേസിൽ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു വാക്കാൽ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് അയാൾ രാജിവെച്ചു പോയത്. അന്ന് അയാൾ ഏറ്റവും കൂടുതൽ രാജിവെക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്ന ആളാണ് ഈ വിജയൻ. 2, KP വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആൾ രാജിവെച്ച് പോയിട്ടുണ്ട്, മരിച്ചും പോയി. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് വല്ലാത്തൊരു ഇച്ഛാപങ്കുണ്ട്. കാരണം അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ചന്ദന മാഫിയയിൽ നിന്ന് ആരോ അയാളുടെ ഓഫീസിലേക്ക് എങ്ങോട്ടോ വിളിച്ചു, ചന്ദന മാഫിയയുടെ പ്രതി വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട രാജിവെച്ച് പോകേണ്ടി വന്നു. അന്ന് അയാൾ രാഷ്ട്രീയം പോലും അവസാനിപ്പിക്കേണ്ടി വന്നു, മരിച്ചും പോയി. KK രാമേന്ദ്രൻ മാസ്റ്ററും എന്ന് പറഞ്ഞൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, അയാളും രാജിവെച്ചത് ഇതുപോലെ എന്തോ ഒരു ശുപാർശ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പരാമർശമൊക്കെ നടന്നു പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഇവിടെ ഒരു അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുഖ്യമന്ത്രിക്കുൾപ്പെടെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ നോട്ടീസ് അയച്ച വിഷയം ചർച്ചയാവാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം നേതാവാകുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ സംഘടനയുടെ ശക്തിയും അവരുടെ പോരാട്ട വീറും സമരവീര്യവും ഒക്കെ കൊണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷെ ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം.
ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം രാഹുൽ മാങ്കൂട്ടം ഏതാണ്ട് 20 ദിവസം മുമ്പ് നടത്തിയ ഒരു സമരത്തിനാണ് ഇപ്പം സെക്രട്ടേറിയറ്റ് അറസ്റ്റ് ചെയ്തത്. 2 അറസ്റ്റ് ചെയ്ത രീതിയുണ്ട്. അറസ്റ്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ കിടപ്പ് മുറിയിൽ ചെന്നിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ സുപ്രീം കോടതിയുടെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് അറിയാമെന്ന് ഞാൻ പോലീസിനോട് ചോദിച്ചത്. പോലീസ് ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമായിരിക്കാം, എന്നാലും ആ മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും അത് അവർക്ക് അറിയില്ലെങ്കിൽ ആരോട് വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്താൽ, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസും എടുക്കും, ഞാൻ പ്രൈവറ്റ് കംപ്ലൈൻറ്റും കൊടുക്കും, നിങ്ങളുടെ പെൻഷനും ഇല്ലാതാക്കും, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കും എന്ന് പോലീസിനോട് ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ പറയണം എന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഫോടനാത്മകമാണ് ഇവിടുത്തെ സാഹചര്യം എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇത്. യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള യുവജനങ്ങളുടെ സംഘടനയ്ക്ക് പോരാട്ട വീറുണ്ടെങ്കിൽ അവർ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ നിശ്ചലം. അതിനവരെത്രത്തോളം അവർക്ക് കഴിയും എന്നെനിക്കറിയില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതൊരു തിരിച്ചു വരാനുള്ള മാർഗമാകണമെങ്കിൽ ഈ വിഷയത്തിൽ അന്തിമമായൊരു സമരത്തിന് അവർ തയ്യാറെടുക്കേണ്ടി വരും. പക്ഷെ അതിന് അവരെത്രത്തോളം സുസജ്ജരാണ് എന്നുള്ളത് എനിക്കറിയില്ല. വരും ദിവസങ്ങളിലേ അത് തെളിയിക്കാൻ പറ്റുള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഒരു നേതാവാകുമോ ഇല്ലയോ എന്നുള്ളതും ഇനി ഉള്ള ദിവസങ്ങളിലെ ഡെവലപ്മെന്റ്സ് കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പ്രാഥമിക അഭിപ്രായം. സാർ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള CMDRF, അതായത് 8 ലക്ഷം രൂപ ഒരു MLA കുടുംബത്തിനും അതുപോലെ തന്നെ 20 ലക്ഷം രൂപ മറ്റേ ഗൺമാനും കോടിയേരി ബാലകൃഷ്ണന്റെ മരിച്ചുപോയ ഗൺമാനും ഒക്കെ എടുത്ത് കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിൽ ഇന്നലെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മന്ത്രിമാർക്ക് എല്ലാവർക്കും നോട്ടീസ് അയക്കുന്നു. സാർ പറഞ്ഞ പോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നാണ് സാർ ഇപ്പോൾ വിചാരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതല്ലാതെ ഇന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു പ്രകോപനവുമില്ല. ഈ ദുരിതാശ്വാസ നിധി കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായൊരു കേസല്ല. ഇത് ലോകായുക്തയിൽ വന്ന സമയങ്ങളിലെല്ലാം തന്നെ ഇത് മുഖ്യമന്ത്രി ഉള്ളവർക്ക് അനുകൂലമായിട്ടാണ് ലോകായുക്ത പെരുമാറിയതെന്നുള്ളത് ജനത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളും നിയമപരമായി അത് പൂർണ്ണമായും തെറ്റാണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. സ്വാഭാവികമായും അത് ഒരു സുപ്രധാന നടപടിയായിട്ട് കണ്ടുവരും. അതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കൂടി ഒരു പരോക്ഷ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു 1-2 ആഴ്ചക്കാലമായി നിരന്തരമായി എവിടെയാണ് കോടതി എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2-3 വിഷയങ്ങളിൽ ഞാൻ ചോദിച്ചു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിച്ചത് PM മാർഷോ എന്ന് പറഞ്ഞ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിഞ്ഞ വർഷം 3-ാം മാസം അയാളുടെ ജാമ്യം റദ്ദാക്കിയിട്ട് ആ ജാമ്യം റദ്ദാക്കിയതിന് ശേഷം അയാൾ കേരളത്തിലെ ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ തെമ്മാടി എന്ന് വിളിച്ചിട്ട് പോലും എന്തേ അയാളുടെ ജാമ്യം റദ്ദാക്കി അയാളെ എടുത്ത് അകത്തിടാത്തത് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിച്ചിരുന്നു. ഒന്നാമത്തെ ചോദ്യം. അവിടെ തന്നെ ഞാൻ ചോദിച്ചൊരു ഉപചോദ്യം ഉണ്ടായിരുന്നു. ആ ഉപചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, കോട്ടയത്ത് ഒരു മജിസ്ട്രേറ്റ്, ജഡ്ജി പോലും അല്ല, മജിസ്ട്രേറ്റ്, ആ മജിസ്ട്രേറ്റിനെ അഭിഭാഷകർ പുലഭ്യം പറഞ്ഞപ്പോൾ അതിനെതിരെ ബഹുമാനപ്പെട്ട കോടതി കേസെടുത്തു. 30 അഭിഭാഷകർ കേസെടുത്തു. അപ്പം മജിസ്ട്രേറ്റിനെതിരെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ കേസെടുത്തു. പക്ഷെ ഗവർണർക്കെതിരെ ജാമ്യം റദ്ദാക്കപ്പെട്ട ഒരു ആള് തെമ്മാടിയെന്നും ചെറ്റയെന്നും കഞ്ചാവടിക്കുന്നതെന്ന് വിളിച്ചാലും കോടതി അനങ്ങില്ലേ എന്ന് ചോദിക്കുകയും, അവിടെ ഞാൻ കുറച്ചുകൂടി കടന്നു ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ആർഷോയുടെ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടില്ലെങ്കിൽ ഹൈക്കോടതി ആർഷോയെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് കണ്ട് ഇടപെട്ടില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കും. കോടതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവസാനത്തെ ആശ്രയമാണ്. സെന്റിനൽ ഇൻ ദ ക്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കോടതിക്ക് ഭരണകൂടത്തെ ഭയമാണെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ജഡ്ജ് ഭരണകൂടത്തിനെതിരായി വിധി പ്രഖ്യാപിക്കുമ്പോൾ അയാളെ സൈബർ ലിഞ്ചിങ് നടത്തി കാക്കി കോണകം എന്ന് പറഞ്ഞ ഒരാളെ. അപ്പം ഞാൻ പറഞ്ഞു, ഹൈക്കോടതിയിൽ ഇന്ന ജഡ്ജിമാർ, ഈ 5, 6, 7, ജാനു ശിവരാമൻ, അതുപോലെ PV കുഞ്ഞികൃഷ്ണൻ, ഇതുപോലെ പല ജഡ്ജിമാർക്കും നേരിട്ടും പരോക്ഷമായിട്ട് CPM വന്നിട്ടുണ്ട്.
അനു ശിവരാമൻ എന്ന് പറഞ്ഞാൽ മഹാരാജ് കോളേജിൽ എൻ്റെ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ട SFI നേതാവായിരുന്നു. പക്ഷെ അവരൊക്കെ ജഡ്ജിമാരായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി നോക്കില്ല, പിന്നെ ഭരണഘടന ക്രിമിനൽ സിവിൽ നിയമങ്ങൾ. അപ്പം സ്വാഭാവികമായും നാളെ അവർക്കെതിരെ ആരെങ്കിലും ചുമന്ന കോണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് പിന്നെ ഈ ദേവൻ രാമേന്ദ്രൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഒരു ഡിഫൻസ് വെച്ചു. ദേവൻ രാമേന്ദ്രൻ്റെ കാര്യത്തിൽ എന്തേ കോടതി അനങ്ങാത്തത് എന്ന് ഞാൻ ചോദിച്ചു. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം, ഗവർണർ എന്ന് പറഞ്ഞ ഉന്നത സ്ഥാനത്തിരിക്കുന്നയാൾ ഇടുക്കിയിൽ ചെല്ലുമ്പോൾ ഹർത്താൽ പ്രഖ്യാപിക്കും. സ്വാഭാവികമായ ഹർത്താൽ പ്രഖ്യാപിക്കും, മുഖ്യമന്ത്രി അറിയാതെ പ്രഖ്യാപിക്കാൻ പറ്റില്ല. അവിടെ എന്താണ് കോടതി അനങ്ങാത്തതെന്ന് ഞാൻ ചോദിച്ചു. അവിടെ കോടതി അനങ്ങണ്ടേ? ഏറ്റവും അവസാനമായി വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ പ്രതിയുടെ ബന്ധുക്കൾ ലൈംഗികമായ ആംഗ്യം എന്താ കാണിച്ചിരിക്കുന്നു അറിയാലോ, കാണിക്കുകയും കുത്തുകയും ചെയ്തു. അവിടെയും സുവോമോട്ടോ കേസുമായിട്ട് കോടതികൾ രംഗത്ത് വരണ്ടേ? കാരണം പോസ്റ്റ് കാർഡിൽ കിട്ടിയ പരാതി പോലും അടിസ്ഥാനത്തിൽ പോലും സുവോമോട്ടോ കേസെടുത്ത ചരിത്രമുള്ള സുപ്രീം കോടതിയുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്ത്. അവിടെ ആ സ്ഥാനത്ത് ഭരണകൂടം ഇത്രയും അധപ്പതിക്കുകയും സ്വാർത്ഥ താല്പര്യക്കാർക്കും നിശ്ചിത താല്പര്യക്കാർക്കും ഒപ്പം നിൽക്കുമ്പോഴും എന്താണ് കോടതി നിശബ്ദത പാലിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞൊരു 10 ദിവസമായി നിരന്തരമായി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. കോടതിക്ക് ഭരണകൂടത്തെ ഭയമാണോ ഈ ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെയും കൂടി സ്വാധീനം ഈ ഇന്നലത്തെ കോടതിയുടെ നടപടിയിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളൊരു അവകാശവാദം. കാരണം നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ആ അവകാശവാദം കൂടെ ഞാൻ ഉന്നയിക്കണം. അതുകൊണ്ട് അത് വളരെ ഗുരുതരമാണ്. അതല്ലെങ്കിൽ ഇന്നലെ ഈ നോട്ടീസ് വന്നിട്ട് ഇന്ന് അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് അറസ്റ്റ് ചെയ്യായിരുന്നു. കാരണം 20 ദിവസം മുമ്പത്തെ കേസിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെ ഇന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആണ് എന്ന് വിശ്വസിക്കൽ വലിയ ബുദ്ധിമുട്ട്. ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞേക്കുന്ന ഒരു പ്രസ്താവന, ഷാഫി പറമ്പിൽ ഒരു MLA കൂടിയാണ്, നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം, പോലീസിൽ നിന്ന് ഞങ്ങൾ തലോടൽ, അതായത് PM മാർഷോയ്ക്ക് കിട്ടിയതുപോലെയുള്ള ഒരു തലോടൽ പ്രതീക്ഷിക്കുന്നില്ല. പകരം ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ റൂമിൽ നിന്ന് വിളിച്ചുണർത്തിയത്, അതായത് അമ്മ പോയി വിളിച്ചുണർത്താൻ പോലും സമ്മതിച്ചില്ല. പകരം അമ്മയെ കോളിംഗ് ബെൽ അടിച്ച് കയറിയതിനു ശേഷം പോലീസ് നേരെ ഇതിനകത്ത് കയറി ഡോറിൽ മുട്ടി വിളിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മളിപ്പോൾ പറയുമ്പോൾ എൻ്റെ ചോദ്യം എന്നല്ല, ഈ കാര്യം ശരിക്കും ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുമ്പോൾ ഈ സാറ് പറഞ്ഞതുപോലെ ഈ PM മാർഷോ ഈ സമയത്ത്, അതായത് ഹൈക്കോടതി ജാമ്യം റദ്ദ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഏതാണ്ട് 3 ദിവസങ്ങളിൽ അന്ന് മലപ്പുറത്തെ SFI സമ്മേളനത്തിൽ പബ്ലിക്കായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ പോലീസ് ഹൈക്കോടതി കൊടുത്തേക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള അതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷെ എൻ്റെ ചോദ്യം, ഇപ്പൊ പോലും ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഏതാനും മണിക്കൂറുകളായിട്ടുള്ളൂ, പക്ഷെ ഇപ്പൊ പോലും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നും ശക്തമായി ഉണർന്നെണീക്കുകയോ ഇതിനെതിരെ പ്രതികരിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഇത് ഷാജഹാൻ സാറോട് ചോദിക്കാൻ കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ ഷാജഹാൻ സാർ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് VD സതീശൻ പഠിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും പഠിച്ചോ? അതാണ് എൻ്റെ ചോദ്യം. അല്ല, അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ രതീഷ്, ഈ പഠിക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പഠിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പഠിക്കണം. കാരണം അവർ പിന്നെയും അവർക്കെതിരായിട്ടുള്ള നമ്മുടെ ഒരു സമ്മർദ്ദം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ LDF ഭരിക്കുന്ന സമയത്ത് DYFയുടെ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ അന്ന് കേരളത്തിൽ പിന്നെ ഒന്നും നടക്കില്ല. LDF ഭരിക്കുന്ന സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ കുറേ MPമാരും ഇരിക്കുന്ന വേദിക്ക് പുറകിലേക്ക് ജലപീരങ്കി പൊട്ടിക്കുകയും ടിയർ ഗ്യാസ് പൊട്ടിക്കുകയും ചെയ്ത കേരളത്തിൽ എന്ത് സംഭവിക്കുക? ഞാൻ ഏറ്റവും നിർണായകമായിട്ടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നവകേരള സദസ്സ് നടക്കുമ്പോൾ പെരുമ്പാവൂരിൽ വെച്ച് അവിടുത്തെ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് അടി കിട്ടി. എന്ത് സംഭവിച്ചു? അവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രാധാന്യം എന്താ? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 8 MLAമാരുണ്ട് UDFന് എറണാകുളത്ത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 8 MLAമാർ, 3 MPമാരും ഉണ്ട് എറണാകുളത്ത്. അതെ. എന്നിട്ടും അവരുടെ ഒരു ഭരണകക്ഷി MLAക്ക് അവിടെ വെച്ച് അടി കൊണ്ടിട്ട് ഒരു ചുക്ക് ഉറുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായി? അപ്പം ആ സാഹചര്യത്തിൽ ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടൻ ഇനി 10 ദിവസം ജയിലിൽ കിടന്നാൽ പോലും ഒരു സമ്മർദ്ദം ഇവർക്കുണ്ടാക്കാൻ കഴിയില്ല. അത് നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇപ്പം എൽദോസ് കുന്നപ്പള്ളിക്ക് അടി കിട്ടിയതിന് ശേഷമാണ് DGP ഓഫീസ് മാർച്ച് വെച്ചത്. അടിക്ക് തിരിച്ചടി എന്നാണ് VD സതീശൻ പറഞ്ഞത്. അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ ഒരു വാലിൻ ചുരുട്ടി ഓടുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്.
മനസ്സിലായി. അടിക്ക് തിരിച്ചടിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഓടി. 23-ാം തീയതിയാണ് DGP മാർച്ച് നടന്നത്. അവിടെ ഇത്രയും പ്രകോപനം പോലീസ് ഉണ്ടാക്കി. ഇന്ന് 9-ാം തീയതിയായിട്ടും അതിനെക്കുറിച്ചിട്ടും കാമാന്തരക്ഷണം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളത് നിരന്തരമായി ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തെടുത്ത് ഒരു 100-ൽ താഴെ പ്രവർത്തകരേ ഉള്ളൂ. DGP ഓഫീസ് മാർച്ച് നടത്തി. എന്നോടൊരു സമുന്നതനായിട്ടൊരു കോൺഗ്രസ് നേതാവ് ഉടനെ അവിടെ 1500 വരെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സംവിധാനം പരിപൂർണമായി, ഞാൻ പറഞ്ഞ പോലെ, ഒരു പഴന്തുണി കോൺഗ്രസിനോ പഴന്തുണി പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വരിയുടയ്ക്കപ്പെട്ട പ്രതിപക്ഷമാണ് എന്നുള്ളത് നിരന്തരമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള പ്രതിപക്ഷത്തിന് മേൽ നമ്മൾ നിരന്തരമായി സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ ചെയ്യേണ്ടതാ? മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് രംഗത്തിറങ്ങേണ്ടത്. മനസ്സിലായോ? അവര് കുത്തിയിരിക്കണം. അവർ കുത്തിയിരുന്നിട്ട് തീർപ്പുണ്ടാക്കണം. അവർ ചോദിക്കുക എന്തടിസ്ഥാനത്ത് ഇത് മുഴുവൻ നിയമവിരുദ്ധമാണ്. അവർ പറയണം. അവരെന്നിട്ട് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചതിനെതിരായിട്ട് പറയുകയും അയാൾ രാജിവെക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആകെ രമേശ് ചെന്നിത്തല മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ കേട്ടു. സതീശൻ പോലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും പത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ എന്നെയൊക്കെ നാളെ വല്ല തല്ലിക്കൊന്നു വിചാരിക്കുക, ഒന്നും സംഭവിക്കില്ല കേരളത്തിൽ. ഒരാഴ്ച ചിലപ്പം 5-6 പേര് വല്ല പ്രസ്താവനയൊക്കെ ഇറങ്ങും. അത് കഴിഞ്ഞ് 6-ാം ദിവസം ഞാനൊരു ഫോട്ടോ ആയിട്ട് എൻ്റെ വീട്ടിൽ ഭിത്തിയിലോട്ട് കയറും എന്നുള്ളതല്ലാതെ ഞാനൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ആരുടെയൊക്കെയോ മക്കളുടെയോ ഭാര്യയുടെയോ അമ്മയുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു, നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കൊക്കെ നാളെ എന്ത് വേണമെങ്കിലും കേരളത്തിൽ സംഭവിക്കാം. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നമുക്ക് വിടാം. അതിപ്പോ കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആഭ്യന്തര കാര്യമല്ല, പക്ഷെ എങ്കിലും നമുക്ക് കോൺഗ്രസ് നിലപാടെടുക്കട്ടെ. പക്ഷെ ഇപ്പൊ വണ്ടിപ്പെരിയാർ പീഡന കേസിൽ സാർ പറഞ്ഞ പോലെ തന്നെ കുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ മറ്റൊരു ബന്ധുവിനും കുത്തേറ്റ പ്രതി ഓടിക്കേറിയത് CPM-ന്റെ ഓഫീസിലേക്കാണ്. അപ്പൊ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ്. ഇത് ഒരു പ്രസ്താവന, അതായത് ആകെ ചെയ്തൊരു VD സതീശൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉന്നാവ് ആവർത്തിക്കപ്പെടുകയാണ് എന്നൊരു പ്രസ്താവന നടത്തി. അതിനുശേഷം ഇപ്പൊ രമ്യ ഹരിദാസിനെ പോലെയുള്ള MP-മാർ അവിടെ ചെന്നു എന്നുള്ളതല്ലാതെ ഒരു ജനകീയ കേസ് കാര്യങ്ങളിൽ പോലും പ്രക്ഷോഭം ഉണ്ടാക്കാൻ കഴിയാത്തൊരു പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സാറിന് വിമർശനം. അപ്പോൾ സാർ പറയുന്നത് അതിനകത്തിന് ഒരു പ്രതീക്ഷ പോലും ഇല്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഉണർന്നെണീക്കാൻ പോലും അവർക്ക് കഴിയില്ല. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വണ്ടിപ്പെരിയാറിനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഒരുപാട് സ്ത്രീപീഡന കേസുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ സ്ത്രീപീഡന കേസുകളിലെല്ലാം തന്നെ ഇരയുടെ സ്ഥാനത്തുള്ളത് മിക്കവാറും കേസുകളിൽ പ്രായപൂർത്തിയായിട്ടുള്ള വനിതകളാണ്. മിക്കവാറും കേസുകൾ. കാരണം എനിക്ക് ഐസ്ക്രീം പാർലർ കേസ് മുതൽ കേരളത്തിൽ നടന്ന മിക്കവാറും സ്ത്രീപീഡന കേസുകളെല്ലാം തന്നെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഇടപെട്ടിട്ടുള്ളതാണ് ഞാൻ. അതിൽ ആ കവിയൂർ കേസിലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതും 17-18 വയസ്സുള്ള. എന്നാൽ വണ്ടിപ്പെരിയാർ കേസിന്റെ പ്രത്യേകത എന്താ? 6 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് പീഡിപ്പിച്ചത്. 6 വയസ്സ് പ്രായം. യഥാർത്ഥത്തിൽ 6 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് കേരളത്തിൽ കത്തേണ്ട ഒരു വിഷയമായി മാറേണ്ടതാണ്. 6 വയസ്സേ ഉള്ളൂ. ഇനി 6 വയസ്സുള്ള അവരെ പീഡിപ്പിച്ച് കൊന്ന നരാധമൻ 3 വയസ്സ് മുതൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഗ്രാവിറ്റി എന്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കേസിൽ എന്താ സംഭവിച്ചത്? 2 വർഷം കൊണ്ട് ക്ലിനിക്കൽ പ്രിസിഷനിലാണ് അതിന്റെ തെളിവ് നശിപ്പിച്ചത്. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യം സിനിമയിലെ മോഹൻലാൽ തെളിവ് നശിപ്പിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ പ്രിസിഷനിലാണ് അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിവ് നശിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥൻ ഓൺ ഹിസ് ഓൺ അങ്ങനെ തെളിവ് നശിപ്പിക്കുമോ? കാരണം അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം തെളിവുണ്ടാക്കി പ്രതിയെ ശിക്ഷിക്കാനല്ലേ ശ്രമിക്കുക. പക്ഷെ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യാവസാനം ഈ തെളിവ് നശിപ്പിച്ച് പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെന്ന് ജഡ്ജി തന്നെ, പോസ്കോ കോടതിയിലെ ജഡ്ജി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 10 ഡിഫക്ട്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് എഴുതി. ഞാൻ എൻ്റെ ഡിഫക്ട്സിനെ കുറിച്ച് പറയുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും പ്രതിയെ സംരക്ഷിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടാവണം. ആ മോട്ടീവ് പ്രതിയാവാനൊരു സാധ്യതയില്ല. കാരണം പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് മേലെ സ്വാധീനം ചെലുത്താൻ പറ്റില്ലല്ലോ. എന്ന് മാത്രമല്ല പ്രതി ഒരു സാധാരണക്കാരൻ. സ്വാഭാവികമായി എക്സ്ട്രേനിയസ് ആയിട്ടുള്ള ഒരു സ്വാധീനം അതിനകത്ത് വന്നിട്ടുണ്ട്. അതെന്താണ്? അത് പ്രതിയുടെ രാഷ്ട്രീയ ബന്ധമാണ്. പ്രതി ഡിവൈഎഫ്ഐക്കാരനായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ താഴെയാണ് പാർട്ടി ഓഫീസ്. അതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടിരിക്കണം എന്നുള്ള
കൃത്യമായ നിർദ്ദേശം പോലീസിന് പോയിട്ടുള്ളത് കൊണ്ടാണ് ഓരോ ഘട്ടങ്ങളിലും പോലീസ് കൃത്യമായി ഇടപെട്ട് പിന്നെ കേസ് പൊളിച്ചിട്ടുണ്ട്. പോലീസുകാരൻ്റെ അനാസ്ഥ കൊണ്ടാണ് കേസ് പൊളിച്ചത്. ലെത്താർജിക് ആറ്റിറ്റ്യൂഡ് പോലീസ് ഓഫീസർ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആ പ്രതി രക്ഷപ്പെട്ടത്. മോട്ടിവേഷൻ എവിടെ നിന്നാണ് വന്നത്? പ്രതിയുടെ രാഷ്ട്രീയ ബന്ധത്തിൽ നിന്നാണ് വന്നത്. അതിന് തീർന്നില്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്? പ്രതി വെറുതെ വിടപ്പെട്ടതിന് ശേഷവും പ്രതിയുടെ ബന്ധുക്കൾ ഇരയുടെ അച്ഛനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ആ പരിക്കേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടന്ന സംഭവത്തിൽ പിന്നെ ഈ പ്രതിയുടെ ബന്ധുക്കൾ ഓടിക്കയറുന്ന പാർട്ടി ഓഫീസിലേക്കാണ്. അപ്പം ഒന്നെന്ന് പറയുന്നത് 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. ആ പ്രതി ഭരണകൂടത്തിന്റെ പിന്തുണയിൽ രക്ഷപ്പെടുന്നു. ആ പ്രതിയുടെ ബന്ധുക്കൾ ഇരയുടെ അച്ഛനെ കുത്തുന്നു. ആ പ്രതികൾ ഓടിക്കയറുന്നത് പോലീസ് പാർട്ടി ഓഫീസിൽ. അപ്പൊ ഇതിൽ നിന്ന് സമഗ്രമായി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് CPM ആണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ളതാണ്. അല്ല, അവിടെയാണ് എനിക്ക് ചോദ്യമുള്ളത്. കാരണം ഇപ്പൊ സാധാരണ CPM അല്ലെങ്കിൽ കോൺഗ്രസോ BJP ഇത്തരത്തിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരുടെ ഒരു വലിയ നേതാവ്, ഇപ്പൊ ഞാൻ പേരുകൾ പറയുന്നില്ല, ഇപ്പൊ ശശി മാരോ, PK ശശിയോ, അതുപോലെയുള്ള വലിയ നേതാക്കളാണെങ്കിൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. കാരണം രക്ഷപ്പെടുത്തി പറ്റുമെന്ന് പറയുന്ന ഒരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. പക്ഷെ ഇവിടെ നമുക്കറിയാം, സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം 20 കൊല്ലം മുമ്പ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ലോക്കൽ നേതാവാണെങ്കിൽ പകരം അവനെ കൈവിട്ട് കളയുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. കാരണം ഇത് അത്യന്തഹീനമായൊരു പ്രവൃത്തിയാണ്. സാർ പറഞ്ഞതുപോലെ ബാക്കിയുള്ള കേസുകളിലെല്ലാം, ഒരു കേസിലൊഴികെ ബാക്കിയുള്ള കേസുകളിലെല്ലാം പ്രായപൂർത്തിയായ ആളുകളാണ് പ്രതികളായിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 3 വയസ്സ് മുതൽ അത് 6 വയസ്സ് വരെ. ഇത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് വലിയ അവമതിപ്പുണ്ടാക്കുമെന്ന് പോലും തിരിച്ചറിയാനാകാത്ത വിധം ഒരു പാർട്ടി അന്ധത CPM ബാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അല്ലെങ്കിൽ ഇത് വിട്ടുകളഞ്ഞിട്ട് അവൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ CPM ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത് എൻ്റെ ചോദ്യം ഇതോടുകൂടി ചേർത്ത് വെക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഹരിയാനയിലോ അല്ലെങ്കിൽ ഹത്രസിലോ ഒക്കെ കണ്ടതുപോലെ തന്നെ, അതായത് ഒരു പെൺകുട്ടി, ഒരു 3 വയസ്സുള്ള 6 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കൊലപാതകം നടത്തിയ പ്രതി രക്ഷപ്പെടുന്നു എന്ന് മാത്രമല്ല, പിന്നീട് നിരന്തരമായി അതിൻ്റെ വീട്ടുകാർ വേട്ടയാടുന്നു, അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കേരളം ശരിക്കും പഴയ ബീഹാറിലേക്കൊക്കെ തിരിച്ചു നടക്കുന്നു എന്നുള്ളതല്ലേ സാർ നമ്മൾ? അല്ല, ഞാനതിലേക്ക് വരാം. ഒന്ന്, ഈ പീഡനവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ ഞാൻ വിശദീകരിച്ചു. അപ്പം അതിൽ ആദ്യത്തെ ചോദ്യത്തിനാണ് ഇപ്പോൾ മറുപടി പറയുന്നത്. അതിനുശേഷം കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിനകത്ത് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിലേക്ക് നമുക്ക് വരണം. അപ്പം അതിനു മുമ്പ് ആദ്യം നമ്മൾ കാണേണ്ടത്, രതീഷ് ചോദിച്ച ചോദ്യം, പാർട്ടി നേതാക്കന്മാരാണെങ്കിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയാം, പക്ഷേ ഇത് പാർട്ടി നേതാവല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നുള്ളതാണ്. അതിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ പാർട്ടിയല്ല കേരളത്തിലെ ഇപ്പോഴത്തെ പാർട്ടി എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ കീഴിലുള്ള പാർട്ടി പഴയ പാർട്ടിയല്ല. പഴയ പാർട്ടി ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ പ്രതി രക്ഷപ്പെടില്ലായിരുന്നു എന്ന് മാത്രമല്ല, പ്രതി ശിക്ഷിക്കപ്പെടുമായിരുന്നു. പ്രതി ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തുമായിരുന്നു പഴയ പാർട്ടി ആയിരുന്നുവെങ്കിൽ. എന്നിട്ട് ആ പ്രതിയെ അവൻ്റെ കൈകാലം വരെ തല്ലി ഓടിക്കുമായിരുന്നു. അപ്പം പഴയ പാർട്ടിയല്ല ഈ പുതിയ പാർട്ടി. പുതിയ പാർട്ടിയിൽ ഒരു DYFIക്കാരനാണെങ്കിൽ പോലും ശ്രീപീഡന കേസിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് മെസ്സേജ്. ഇപ്പം ഏറ്റവും അവസാനമായി ഞാൻ മനസ്സിലാക്കിയത്, ഈ പ്രതിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലന്മാർ, അവർക്ക് 10-15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. ഒരിക്കലും ഈ പ്രതിക്ക് കൊടുക്കാൻ പറ്റില്ല. അതെ. അപ്പം ഇന്നത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ, ആ പാർട്ടിയുടെ മെസ്സേജ് എന്ന് പറയുന്നത്, പാർട്ടിയുടെ കൂടെ നിന്നാൽ ഏത് കേസിൽ നിന്നും, എത്ര ഹീനമായ കേസിൽ നിന്നും, എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും നിങ്ങളെ രക്ഷിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? വടക്കേ ഇന്ത്യയിലെ പോലെ ഒരു പാർട്ടിയായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ വിശദമായി പറയണ്ട. പക്ഷേ ഏറ്റവും വലിയ ഗതികേട് എന്താണ്? ഇത്രയേറെ പാർട്ടി സ്പോൺസേർഡ് ആയിട്ട് ഒരു സ്ത്രീപീഡന കേസിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതും, ഇത്രയേറെ തെളിവുകൾ അയാളെ രക്ഷപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി തന്നെ പറഞ്ഞിട്ടും, ആ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആ കുട്ടിയുടെ അച്ഛനെ ലൈംഗികമായ ആംഗ്യം കാണിക്കുകയും കുത്തി പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടും എവിടെയാണ് കോൺഗ്രസ്? എന്താണ് കോൺഗ്രസ് ചെയ്തത്? കുറേ വനിതകൾ അവിടെ പോയി കറുത്ത തുണിയും കറുത്ത ഉടുപ്പും ഇട്ട് കറുത്ത ബലൂണും പൊക്കി പിടിച്ചിട്ടുണ്ട്. കണ്ട് ക്രിസ്മസ് ആഘോഷം നടത്തുന്ന പോലെ ഒരു ജാഥ നടത്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ കണ്ടതാണ്. കറുത്ത ബലൂൺ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നു, കറുത്ത തുണി ഇട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു റോഡ് ഷോയാണ് അവിടെ ഈ കോൺഗ്രസിൻ്റെ മകളുകൾ നടത്തുന്നത്. അപ്പം അതാണ്. അപ്പോൾ എന്താണ് അതിൽ നിന്നുള്ള ആകെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ CPM അല്ല കേരളത്തിലെ CPM, പഴയ കോൺഗ്രസ് അല്ല കേരളത്തിലെ കോൺഗ്രസ്. ഇതിൽ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? രണ്ടിൻ്റെ ഡിനോമിനേറ്ററാണ് അങ്ങേ അറ്റത്തെ ജീർണത. അതാണ് ഇതിനകത്ത്
സംഭവിക്കുന്നത്. ഓരോ സംഭവങ്ങളിലും നമ്മൾ അതാണ് കാണുന്നത്. ഓരോ സംഭവങ്ങളും ഇപ്പോൾ അഴിമതിയുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് പോകുന്നത്. ഗൗരവമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നത്തെ പത്രത്തിലുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും എനിക്ക് പറയേണ്ടി വരുന്നത്, അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരേ താല്പര്യങ്ങൾ. ഇപ്പം പിന്നെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചു, BJPയുടെ ആരുടെയെങ്കിലും ഒരു പ്രസ്താവന പത്രത്തിൽ കാണിക്കാവും. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ച് ജീർണിക്കുന്ന അത്യസാധാരണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ പുതിയ 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 ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ നാളെ ഇനി വല്ലവനും തല്ലിക്കൊന്നാൽ പോലും ഇവിടെ ഈ കേരളത്തിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണവും ഈ അത്യസാധാരണമായിട്ടുള്ള ഇതാണ്. അവിടെ ചെറിയൊരു ചലനമായിട്ട് എനിക്ക് കാണാൻ വേണം സൂചിപ്പിക്കാൻ കഴിയുന്നത് കോടതിയിൽ ഇന്നലത്തെ ഒരു നടപടിയാണ്. അത് തന്നെ കോടതി വലിയ ഡിഫൻസിൽ എത്തിച്ചേർന്നതുകൊണ്ട് കോടതിക്ക് അത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ കോടതി അത് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്.